നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കിടുക്കാച്ചിയൊരു ചിക്കൻ കറിയാണ്. കൊറിയാണ്ടർ ചിക്കൻ കറി. നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ട് അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആക്കി റെഡിയാക്കി എടുക്കുന്ന ഒരു സൂപ്പർ ഐറ്റമാണിത്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത്. അപ്പം മല്ലിയിലയൊക്കെ ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാവും. കറി ഇതിൽ അതിൻ്റെ മല്ലിയിലയുടെ കുത്ത് ടേസ്റ്റൊന്നും അധികം വരുന്നില്ല. നല്ല റിച്ച് ഫ്ലേവറാണ് ഇതിൻ്റെ ഗ്രേവിക്കും ഈ ഗ്രേവിയിൽ പെരണ്ട് കിടക്കുന്ന ഈ ചിക്കനും. ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട. നമുക്ക് വേഗത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതേസമയം കിടുക്കൻ ടേസ്റ്റിലുള്ള ഈ ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഈ അടിപൊളി കൊറിയാണ്ടർ ചിക്കൻ കറിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം. അതൊരു 1.5 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം. 1/2 ടീസ്പൂൺ കടുകും വേണം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കെട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഏറെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 10 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം. നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സി എടുത്ത് നമുക്ക് അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബഞ്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം എരിവുള്ള പച്ചമുളകാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ മതിയാവും. പിന്നെ കുറച്ചേറെ കറിവേപ്പിലയും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് തൊലിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ബദാമും ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുകിടാം. അപ്പം നമുക്കിത് പെട്ടെന്ന് പൊട്ടിക്കിട്ടും. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നാലേ ഈ കറിക്ക് പ്രോപ്പർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് കറിവേപ്പില ഇതിൽ അരച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരല്പം കറിവേപ്പില നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർക്കാം. കറിയിലൊക്കെ കറിവേപ്പില എപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങും. ഇപ്പം നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ചതച്ചോ അരച്ചോ ചേർക്കുന്നതാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ.
നമ്മുടെ സവാളയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ മെയിനായിട്ട് നിൽക്കേണ്ട ടേസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടിയും ഗരം മസാലയൊന്നും ഒരുപാട് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നില്ല. ഓരോ ടീസ്പൂൺ മതിയാവും. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. ഇത് മല്ലിയില ചേർത്തുള്ള ചിക്കൻ കറി ആകുമ്പോൾ അത് ആ പച്ച കളറിലിരിക്കുന്നതിനാണ് കാണാനും നല്ല ഭംഗി ഉണ്ടാവുക, നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ചമുളക് മാത്രമാണ് ഇതിൽ അരയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഈ പൊടിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബദാമും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത മിക്സാണിത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ നല്ലൊരു പച്ച കളറ് കാണുന്നുണ്ട്. പക്ഷേ ഇത് കറിയായി വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ മാറി കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും നമ്മുടെ കറി. ഇത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇത് ഒരുപാട് നേരം നമ്മളിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ മല്ലിയിലയുടെ മിക്സ് ഒരുപാട് നേരം വഴറ്റിയെടുക്കാഞ്ഞത്. ഈ ചിക്കൻ കൂടെ ചേർത്ത് നമ്മൾ ഈ മല്ലിയിലയുടെ മിക്സും എല്ലാം കൂടെ ഒന്ന് വഴറ്റുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ ചിക്കനിൽ നല്ലതുപോലെ ഒന്ന് പെരണ്ട് കിട്ടും. അപ്പം നിങ്ങളിത് എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യമേ മല്ലിയിലയുടെ മിക്സ് ഒരുപാട് നേരം വഴറ്റിയെടുക്കാതെ അത് ചേർത്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇതേപോലെ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതൊക്കെ ഒന്ന് വഴണ്ട് ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നീട് നമുക്ക് ചേർക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴേ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുത്താലേ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മല്ലിയിലയുടെ മിക്സും ചിക്കനും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ടിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കറിയാക്കി എടുക്കുന്നത് കൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഒരുപാട് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ പെരണ്ട് വരും. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. നമ്മൾ ഈ ചിക്കനിലേക്ക് തണുത്ത വെള്ളമല്ല ഒഴിക്കുന്നത്. കാര്യം നമ്മൾ ഈ ചിക്കനൊക്കെ ഓൾറെഡി നല്ലതുപോലെ വഴറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഈ ചിക്കനൊക്കെ നമ്മളൊന്ന് വഴറ്റി തുടങ്ങുമ്പോഴേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് നമുക്ക് ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ നമ്മുടെ ഈ മസാലയുടെയും ചിക്കൻ്റെയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം.
ഇതെല്ലാം കൂടെ ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വറ്റി വരുന്നുണ്ട്. ഇപ്പം ഇത് ഏകദേശം ഒന്ന് പകുതി ഭാഗം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം പിന്നീട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ഒട്ടും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് കറക്റ്റ് ഗ്രീൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ കറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ സമയത്ത് വരുന്നത്. നിങ്ങൾക്കിതിൽ ബദാം വേണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല റിച്ച് ആയിട്ടൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ചിക്കനൊക്കെ നമ്മുടെ ഈ മസാലയുടെ കൂടെ നല്ലതുപോലെ ഒന്ന് പെരണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പീസ് ചിക്കനും നല്ല തിക്കായിട്ടുള്ള ഈ ചാറും കൂടെ എടുത്ത് നല്ല ചൂട് കുത്തരി ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ രീതിയിൽ ഇനിയൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്